ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. അപ്പോൾ നേരെ കിച്ചണിലേക്ക് വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറച്ച് വൈകി എണീറ്റത് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട്, എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് നേരത്തെ എണീക്കുകയോ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ പോകുക എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് എന്താ ചെയ്യുക, അത് എങ്ങനെയാണെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ഒരു സമയത്ത് നമുക്ക് റെസ്റ്റ് ആവശ്യമുള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് വൈകിട്ട് തന്നെയാണ് എണീക്കലുള്ളൂ. ആ ഒരു സമയത്ത് 4 മണിക്കൊന്നും എണീക്കലില്ല കേട്ടോ. കുറച്ച് വൈകിട്ടാണ് എണീക്കലുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയത്ത് ഉണ്ടാക്കുകയും ചെയ്യാം. വല്ല ഉപ്മാവോ അല്ലെങ്കിൽ പുട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. മാക്സിമം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഞാൻ ഒരു ക്യാരറ്റ് ചിരകി വെച്ച് നമ്മൾ പുട്ടിൻ്റെ ആ ഒരു പൊടിയിലിട്ടിട്ട് പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊടി ഓൾറെഡി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ആ ഒരു പൊടിയിലിട്ടിട്ട് അത് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമ്മളറിയാതെ തന്നെ ആ ഒരു വെജിറ്റബിൾസും കൂടെ നമ്മളെ അകത്തേക്ക് കയറും. കുട്ടികളൊക്കെ പറ്റിക്കാൻ നല്ലതാണ് കേട്ടോ. പുട്ടിൻ്റെ ഇടയിൽ ഇതുപോലെ ക്യാരറ്റ് ബീറ്റ്റൂട്ടൊക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു കടിക്കുക അങ്ങനെ ഒന്നുമില്ല, അതിൻ്റെ കൂടെ തന്നെ കുക്കായി ഒരു ടേസ്റ്റിനൊരു വ്യത്യാസവും ഇല്ലാതെ. എന്നാൽ ക്യാരറ്റൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും കറിയാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ പുട്ടും പഴവും ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വൈകി എണീറ്റതാണെങ്കിലും കുറച്ച് തിരക്കുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ അയൽവാസീൻ്റെ അവിടുത്തെ മോളെ കല്യാണമാണ്. മാളത്താത്തല്ലേ എൻ്റെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ മോളെ മൂത്താളെ കല്യാണമാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ വെച്ചിട്ടല്ല കല്യാണം, മദ്രസയിൽ വെച്ചിട്ടാണ്. നമ്മൾ ഇവിടെ അമ്പലേരി മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. റഫീക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് പോകണം എന്നാട്ടോ വിചാരിക്കുന്നത്. ടൈം അനുസരിച്ച് വൈകി പോകാനും കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇതുപോലെ പൊടി നനച്ചതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കട്ടെ. വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ നല്ലതാണ്. നമ്മളറിയാണ്ട് തന്നെ നമ്മൾ തന്നെ അത് കഴിക്കുമല്ലോ വെജിറ്റബിൾസും കൂടെ. അപ്പോൾ അങ്ങനെ കുറച്ചധികം വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങയും ഒക്കെ സാധാ പോലെ തന്നെ എടുത്തിട്ടുണ്ട്. തേങ്ങ പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തീർന്നിട്ടുണ്ടായിരുന്നു ചിരകി വെച്ചത്. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി കുറച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പണിയില്ല. ഇനിയിപ്പോൾ വേഗം ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ തേങ്ങക്ക് പകരം നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇടുന്ന സമയത്ത് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നലുണ്ട്. കുട്ടികളതിങ്ങനെ പെറുക്കി മാറ്റി വെക്കൊന്നുമില്ല കേട്ടോ, അതിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു പോകും. അവരറിയ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ക്യാരറ്റ് ആകുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും. ബീറ്റ്റൂട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു പിങ്കിഷ് കളർ കയറി വരും കേട്ടോ. അറിയാമല്ലോ, ബീറ്റ്റൂട്ടിന് ഒന്നുകൂടെ കളർ ഇരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാവും. പക്ഷെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ രാവിലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതല്ലേ. അപ്പോൾ അതറിയാണ്ട് അങ്ങ് കഴിക്കുകയും ചെയ്യും, നമുക്കായാലും കുട്ടികൾക്കായാലും. അപ്പോൾ നമ്മളെ പുട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കട്ടൻ ചായക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ റെഡി ആവട്ടെ. കൂടെ തന്നെ ചൂടോടെ നമുക്ക് പുട്ടും ചായയൊക്കെ കഴിക്കാം.
അപ്പം ഞാൻ വൈകി എണീറ്റത് എൻ്റെ ഈ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ അങ്ങോട്ട് ടൈമൊന്ന് കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. എന്നാൽ തന്നെയാണ്, അല്ലാണ്ട് നമ്മൾ ഹെവി ആയിട്ട് പിന്നെയും ബ്രേക്ക്ഫാസ്റ്റിലേക്കും കാര്യങ്ങൾക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും സമയം ഒരുപാട് വൈകൂലേ. അപ്പോൾ അത് പിന്നെ ഇന്ന് വിചാരിച്ചിട്ടുള്ള എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, പറ്റിയാൽ ടൈം പോലെ ചെയ്തു തീർക്കണം എന്ന് വിചാരിക്കുന്നത്. റഫീഖക്ക് എല്ലാവരും എല്ലാ വീഡിയോയിലും ചോദിക്കലുണ്ട്. എനിക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ റിപ്ലൈ തരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കുറച്ച് ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ ഫ്രീ ആയിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. എല്ലാ കമൻറ്റും റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുകയും ചെയ്യും. അപ്പോൾ റഫീഖ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, റെഡി ആയിട്ടുണ്ട്. എന്നാലും കുറച്ച് എന്തായാലും ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലീവിന് അനുസരിച്ച് നമ്മൾ റെസ്റ്റും കൂടെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. ശരീരം തന്നെ അതിലേക്ക് ആ ഒരു ബൾജായതും കാര്യങ്ങളൊക്കെ റെഡിയാക്കി താനേ ശരീരം കൂടെ ഒന്ന് നമ്മളെ റെഡിയാക്കി എടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി തന്നെ നല്ല റെസ്റ്റിലാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. അത്രയും നമുക്ക് ബോഡിക്ക് നല്ലതാണ്. അതുകൊണ്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കല്യാണത്തിനൊന്നും വരാത്തത് കേട്ടോ. എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിനി ചായയും പുട്ടും ഒക്കെ കഴിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നലെ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പുകൾ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് കണ്ടു കിട്ടുക. അത് അപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസം മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ അയൽവാസികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ കൂടെയൊക്കെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. ഈ ഒരു ചുരിദാർ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ബ്ലാക്ക് ഗൗൺ ഡ്രസ്സ്, അതിലേക്കൊരു ഓവർകോട്ട് പോലെ വരുന്ന കേട്ടോ. അങ്ങനെ ഇതിലേക്കാവുമ്പോൾ വേറൊന്നും നമുക്ക് ഇടേണ്ട കാര്യമില്ല, ഫുള്ള് കവർ ചെയ്ത് വരുന്ന ഡ്രസ്സാണല്ലോ. റിങ്, പിന്നെ എൻ്റെ എല്ലാ ഡ്രസ്സിനും എനിക്ക് മസ്റ്റാണ് റിങ് കേട്ടോ. റിങ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിലേക്ക് ഇഷ്ടമുള്ള റിങ് ഇട്ടിട്ടാണ് പോവുക. എവിടെ പോവുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റിങ്, കൂടുതലിടുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാൻ സിന്ദൂർ ജ്വല്ലറിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബത്തേരി. അപ്പോൾ അത് ഈ ഒരു റിങ്ങാണ് കേട്ടോ. ഈ ഞാൻ ഇടത് കയ്യിലിട്ടെ ആദ്യം ഇട്ട ആ ഒരു റിങ് കേട്ടോ, റോസ് ഗോൾഡിൽ വരുന്ന ആ ഒരു ടൈപ്പാണ് ഇത് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇട്ടു. ഇനി നമ്മൾ പോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. വാവയും റഫീഖയും വരുന്നില്ല കേട്ടോ, രണ്ടാളും ഉണ്ട്. അപ്പോൾ രണ്ടാൾക്കുള്ള ഫുഡൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. റഫീഖയ്ക്ക് കഞ്ഞിയാണ് കേട്ടോ, വാവക്ക് ചപ്പാത്തിയാണ്. കഞ്ഞി ഞാൻ അന്ന് കാണിച്ച കഞ്ഞിയില്ലേ, നമ്മളെ പയർ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു കഞ്ഞി. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമ്മൾ കഴിക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് എത്തിയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ തന്നെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. എല്ലാവരും വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം എല്ലാവരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന മാളത്താത്ത ഇതാണ് കേട്ടോ, ഈ യെല്ലോ ചുരിദാർ, കുട്ടീൻ്റെ ഉമ്മ കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ നിങ്ങൾ നേരിട്ടിട്ട് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നല്ലതായിരുന്നു. എല്ലാവരെയും കണ്ടു മീൻസ് നമ്മളെ ചുറ്റിലുള്ള അയൽവാസികളൊക്കെ ഇങ്ങനെ കല്യാണം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു, ഒരുപാട് ഹാപ്പിയായി. എന്നും കാണാത്ത ആളുകളാട്ടോ, കണ്ട് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ രാത്രിയിലെ വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു.
പിന്നെ ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിക്കാനുണ്ട്. പക്ഷെ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് തിരിയുന്നില്ല കേട്ടോ. കാര്യം മുറ്റടിക്കാനുണ്ട്, അകടിക്കാനുണ്ട്, താഴത്തെ ഫ്ലോറൊന്ന് തുടക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അർജൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ അത് റഫീഖാനോട് മന്തി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പം ആദ്യം വെജിറ്റബിൾസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ല, ചിക്കനായാലും കുഴപ്പമില്ല, 1-2 പീസ് മതി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ ചിക്കനിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്നൊരു മന്തിയാണേ. ചിക്കനിലേക്ക് വെറും മുളക് പൊടിയും മാഗി ക്യൂബും കുറച്ച് ഓയിലും, ഉപ്പ് വേണ്ട, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ, നാരങ്ങ കാര്യങ്ങൾ ഒന്നും വേണ്ട. അതിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. ഒരു ഇത്രയും അളവിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ റൈസ് ഒന്ന് 1/4 വേവാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓയിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനും വെന്ത് കിട്ടും. കുറച്ചധികം 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ വിസിൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ചളവല്ലേ ചിക്കനുള്ളൂ, അപ്പോൾ അതുകൊണ്ട് 2 വിസിൽ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിലേ. അളവ് കൂടുന്നതിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കുറച്ചാൽ മതി. 1 കിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും കേട്ടോ. എയറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഞാൻ ഒരു സ്പെഷ്യൽ മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് സെർച്ച് ചെയ്താൽ കിട്ടും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇല്ലേ, ഈ സ്മോക്കും കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ് കേട്ടോ ഇത്. റൈസാണിത്. ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. റൈസ് അങ്ങ് വേവിക്കാൻ വെക്കുക. ചിക്കൻ ഇതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പേരിൻ്റെ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടാ, മാഗി ക്യൂബും ഓയിലും കൂടെ മിക്സ് ചെയ്ത് അവിടെ വെക്കും. റൈസ് കുക്ക് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇടുക. വിസിലടിച്ചാൽ നമ്മൾ റൈസ് റെഡിയായി. അപ്പോൾ ഇത് ഈ കുക്കറിൻ്റെ അടിയിലുള്ള ഈ മസാലല്ലേ, ഇത് മുഴുവൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് റൈസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാര്യം നമ്മൾ അടിയിലാണ് ഓയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്, മാഗി ക്യൂബ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്ര ഇതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് തിരഞ്ഞെടുത്തത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെയോ ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ 1-2 കാര്യങ്ങൾ മാത്രം ചെയ്തെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ. എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ ആണ് താനും. അപ്പം അങ്ങനെ നല്ല അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ റൈസൊക്കെ നല്ല പൂ പോലത്തെ റൈസ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റാണ് റൈസ്, ഉടഞ്ഞു പോകുന്നില്ല, നല്ല സോഫ്റ്റ്, ഇങ്ങനെ കട്ട പിടിക്കൊന്നും ചെയ്യൂല കേട്ടോ. നല്ല സോഫ്റ്റ് റൈസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട്. ട്രൈ ആക്കി നോക്കിക്കോ. ഇതുവരെ ചെയ്യാത്തവർ, പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ ആക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ മന്തിയും ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സാലഡ് എന്തായാലും കഴിക്കുന്ന ടേസ്റ്റിനും നല്ലതാണ്, അല്ലെങ്കിൽ നമ്മളെ വയറിനും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു സാലഡും കൂടെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. 1-2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ചല്ല 1 ക്യാരറ്റ് കേട്ടോ, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തക്കാളി, സവാളയൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ സവാള എടുത്തിട്ടുള്ളൂ, തക്കാളി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മളെ നല്ല കിട്ടിയ സാലഡ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. 1-2 കാര്യങ്ങളും കൂടെ ഒന്ന് ചേർക്കാനുണ്ടാവുള്ളൂ അതിലേക്ക്. അപ്പോൾ ഇതാ ആപ്പിളൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി, നമ്മളെന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാലഡ് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് അങ്ങനെ മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ മന്തിയിലേക്കും ബിരിയാണിയിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യുക. ഇവിടെ ആർക്കും പിക്കിള് വേണം അല്ലെങ്കിൽ തൈര് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു സൈഡ് ഉണ്ടാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. റഫീഖൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി നമ്മൾ ആക്കി കൊടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതിനെങ്ങനെ പറയും കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഞാൻ അധികം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എപ്പോഴും. ഇങ്ങനെയൊക്കെ മാറ്റി അങ്ങ് ഡെയിലി കൊടുക്കുന്ന സംഭവങ്ങൾ ചെയ്യാതെ ഇങ്ങനെ മാറ്റിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അങ്ങ് കഴിച്ചു പോകുമല്ലോ. ഇപ്പോൾ 2 ആപ്പിൾ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു
ഒരു സവാളേൻ്റെ പകുതി മതിയാവും കേട്ടോ, അത്ര മതി. സവാള ഓവർ വേണ്ട. പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചെയ്യാം കേട്ടോ, ഞാനിപ്പോൾ തക്കാളി എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഉണക്കമുളക് ചതച്ചതില്ലേ, അതിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പച്ചമുളകാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ പോരാ, ഒന്നുകൂടെ ഒന്ന് ആക്കിയിട്ടെടുക്കാം. അതിപ്പം നമ്മൾ ആപ്പിളും ഒരു വെള്ളം നനവെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാധാരണ ചോപ്പ് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി സമയം ഒന്ന് കൂട്ടി കൊടുത്താൽ ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ തന്നെ ആണ് ടേസ്റ്റ്. ഈ ഒരു നന്നായിട്ട് പേസ്റ്റായിട്ട് പോയിട്ടുമില്ല എന്നാൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ കടിക്കാനും ഉണ്ടാവും കേട്ടോ. ആ ഒരു രീതിയിൽ കുറച്ച് ലെമൺ ജ്യൂസോ, എൻ്റെ കയ്യിലിപ്പോൾ ലെമൺ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിനീഗർ ആക്കി കൊടുത്തിട്ടുണ്ട്. പുളിയുള്ള തക്കാളി ആണെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ, വേറെ പുളി കൊടുക്കണം എന്നില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പൊന്നും വേണ്ട. കുറച്ച് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആക്കിയെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് സമയത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കുളി അങ്ങ് തീർക്കട്ടെ കേട്ടോ. കാര്യം ഒരു പരിപാടിക്ക് പോകുമ്പോൾ എനിക്ക് ഈ മുടി ഇങ്ങനെ ചപ്പിക്കിടക്കുന്ന അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഉണങ്ങാതെ നനഞ്ഞ രീതിയിൽ അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആദ്യം കുളി അങ്ങ് തീർക്കട്ടെ. അപ്പോഴത്തേക്ക് മുടിയൊക്കെ ഉണങ്ങി എല്ലാം റെഡിയാവും. പിന്നെ നമുക്ക് ടൈമിനനുസരിച്ച് ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതിയല്ലോ. ഇന്നാണെങ്കിൽ എനിക്ക് അകത്തുള്ള ഒരു ടോയ്ലറ്റ് ബാത്റൂം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഇടുകയാണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ നല്ല നമ്മൾ ബാത്റൂം യൂസ് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, നമ്മളെ ബാത്റൂം വൃത്തികേടാവുകയില്ല, മോശമാവുകയില്ല. അതുമല്ല എപ്പോഴും നല്ല ക്ലീനായിട്ട് ഡ്രൈ ആയിട്ട് വെക്കണം കേട്ടോ. ബാത്റൂം സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ ബാത്റൂമിലും ബെഡ്റൂമിലും ഒന്നും. അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട്, എപ്പോഴാണ് ജംഷി ബാത്റൂം ക്ലീൻ ചെയ്യൽ, കാണിക്കലേ ഇല്ലല്ലോ എന്ന്. ഞാൻ മുന്നേ ഒരു ബാത്റൂം ഡീപ്പ് ക്ലീൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്നും എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ രാവിലെ കുളിക്കാൻ കയറൂലേ, ആ കുളിക്കാൻ കയറുന്ന സമയത്ത് ബാത്റൂം ഏതാണോ കഴുകാനുള്ളത് അതിലേക്ക് അങ്ങ് കയറുക കേട്ടോ ചെയ്യുക. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്, അല്ലാണ്ട് വെറുതെ നമ്മൾ കഴുകിയിടുകയാണ് ചെയ്യാം. പിന്നെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലീൻ ആക്കി ഡ്രൈ ആക്കിയിട്ട് വെക്കും. എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ടൈമിനനുസരിച്ചുള്ള പണികൾ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ മൊത്തം ഒന്ന് അടിച്ചു വാരി, അകമൊക്കെ ആദ്യം ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അതാ സമയമുണ്ടെങ്കിൽ മുറ്റം കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു, അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സമയമൊക്കെ ഉണ്ട്. ഞാൻ മുറ്റം കൂടെ ഒന്ന് ഓടിച്ചൊന്ന് അടിച്ചു വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മൊത്തം പണികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തത്. സമയമുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യൽ എന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ചെയ്താൽ നല്ലത്, അത്ര തന്നെയുള്ളൂ. നാളെ നമുക്ക് അത്രയും ഭാരം കുറഞ്ഞു കിട്ടും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെല്ലാം റെഡിയായി കല്യാണത്തിന് പോവുകയാണേ.
അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു തിരിച്ചിതാ വീട്ടിലെത്തി. അപ്പം ഞാൻ വേഗം പോയിട്ട് വേഗം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴും ഉണ്ടായിട്ടുണ്ടായിനെ. റഫീക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ സൺഡേയും അല്ലേ, അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം ചെന്ന് കുറച്ച് സമയം നിന്ന് ഫുഡ് കഴിച്ച് വരിക, അത്രയും ഞാൻ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവർക്ക് അറിയാം റഫീഖ ഇങ്ങനെ വീട്ടിലുണ്ട്, ഇങ്ങനെ എല്ലാവരും വരുന്നതാണ് എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് വേഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർക്ക് രണ്ടാൾക്കുള്ള ഫുഡ് കൊടുക്കട്ടെ. ഞാൻ കാസറോളിൽ ഇട്ടിട്ട് പോയത് കൊണ്ട് തന്നെ ഫുഡൊന്നും തണുത്തിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അത്യാവശ്യം ചൂട് തന്നെ ഇരിക്കുന്നുണ്ട്. മന്തി ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ചൂട് വേണം കേട്ടോ, തണുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള വഴി ഞാൻ നോക്കലുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, കാര്യം ആരെങ്കിലുമൊക്കെ വരും, എന്തായാലും വരുമല്ലോ സൺഡേ ഒക്കെ ആയതുകൊണ്ട്. എന്നും വരലുണ്ട്, എന്നാലും സൺഡേ പ്രത്യേകിച്ചും അല്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് സവാള, ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സോഫ്റ്റായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തുള്ള ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തു. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ച് മല്ലിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്നാക്സിനുള്ള മസാല റെഡിയായി. ഇനി ഇതാ ഒരു 5 എഗ്ഗ് മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും ഒരു പിഞ്ചുപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസിട്ടൂടെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നൊന്നും ഇതുപോലെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഉണ്ടാക്കുന്ന ദിവസമാണ് നിങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ആ സെയിം നെയ്യിൽ തന്നെ പഴം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ റഫീഖയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. ഞാനെന്തെങ്കിലും ഇങ്ങനെ അവല് എന്തൊക്കെ അതുപോലത്തെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇതുപോലത്തെ സ്നാക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ മിക്സിലേക്ക് പഴം ജസ്റ്റ് റോസ്റ്റ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കായ്പോളയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, സോറി പറയാൻ വിട്ടുപോയി. ഇതൊക്കെ നമ്മൾ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി റെസിപ്പി ചെയ്തിട്ടുള്ളതാണ്. സിമ്പിളല്ലേ. അപ്പോൾ പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ പഴമല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ റഫീഖ ഞാൻ അഡ്മിറ്റിന് വേണ്ടി പോയില്ലേ ആയുർവേദം, അതിൻ്റെ 2 ദിവസം മുമ്പ് ഏട്ടത്തി കൊണ്ടുതന്ന പഴമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കറക്റ്റ് പഴുത്ത പഴമായിരുന്നു, പഴുപ്പ് കൂടിയിട്ടുള്ള എന്നാൽ പഴുത്തിട്ടുമുണ്ട് അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസമാണ് പോകാൻ പ്ലാനിട്ടെ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കവറിലിട്ടിട്ട് വെച്ചു കേട്ടോ, കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴും പഴത്തിന് ഒരു കുഴപ്പമില്ല. പഴത്തിൻ്റെ തൊലി കണ്ടാൽ നമ്മൾ എടുക്കൂല, കറുത്ത ആ ചട്ടീൻ്റെ കളറുണ്ട് കേട്ടോ, കറുപ്പ് കളറുണ്ട്. പക്ഷേ പഴത്തിന് ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ വളവളാന്നൊന്നും ആയിട്ടില്ല കേട്ടോ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പം അങ്ങനെ അത് തീർക്കുകയും ചെയ്യുക, എന്നാൽ നമുക്ക് സ്നാക്സ് കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ മസാല വെച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ മിൻഹ മാർട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ സമൂസ ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സമൂസ കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നേ. കുറേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ 1 കൊല്ലം ആവാൻ പോവാണ് കേട്ടോ. കാരണം നമ്മൾ റമദാനിലല്ലേ നമ്മൾ സമൂസ എന്നല്ല എല്ലാ സ്നാക്സും കാര്യമായിട്ട് ഉണ്ടാക്കുക റമദാനിൽ തന്നെയാണ് കേട്ടോ. അപ്പം സമൂസ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമൂസ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ സമൂസ കുറച്ച് ഉണ്ടാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റഫീഖാൻ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അവരവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും സ്നാക്സ് കയ്യിലുള്ള വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്നൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊണ്ടുവെക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഴമല്ലേ, പഴം കൂടുതൽ പഴുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, പഴുപ്പ് കുറഞ്ഞതും ആവരുത്, കറക്റ്റ് പഴുപ്പ്
ആ ഒരു പഴുപ്പിലെത്തുമ്പോൾ നിങ്ങൾ കവറിൽ കെട്ടിയിട്ട് വെച്ചാലും മതി കേട്ടോ. ഇനി പേപ്പറിൽ പൊതിഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് പഴുപ്പ് കൂടാതെ കുറേ നാൾ നമുക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പുറത്ത് വെച്ചാൽ എന്തായാലും അത് പഴുത്ത് നാശമായി അങ്ങനെ ആവൂലേ. അപ്പം അങ്ങനെ വരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ കായ്പോൾ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് അതൊന്ന് പ്ലേറ്റിൽ നിന്ന് മാറ്റട്ടെ, തിരിച്ചിട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ആ ഒരു ഫ്രണ്ട് ഭാഗം കൂടെ അപ്പോഴത്തേക്കും അത് റെഡിയായി. പിന്നെ നമ്മളെ സമൂസയും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹെൽത്തി അല്ലല്ലോ, നമ്മൾ എന്നും കഴിക്കുന്നതൊന്നും ഒരു ഇതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് തിരിയലേ ഇല്ല കേട്ടോ, ഉണ്ടാക്കലേ ഇല്ല. വൈകുന്നേരത്തെ ചായയും നമുക്ക് നിർബന്ധമില്ല. അപ്പോൾ ഇതാ നമ്മളെ സമൂസയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ. പക്ഷേ അങ്ങനെ ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് നമ്മൾ നോമ്പ് ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും എല്ലാവരും വീട്ടിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, 1-2 ഉണ്ടാക്കൂലേ. സത്യം പറഞ്ഞാൽ അതൊന്നും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമല്ല. ആ ഒരു സമയത്ത് നമ്മൾ വിശന്നിരിക്കുകയാണ്, എത്ര വേണ്ടാന്ന് വെച്ചാലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തോന്നും. പിന്നെ എത്ര ഇല്ലാത്ത വീട്ടിലായാലും ആ നോമ്പിൻ്റെ സമയത്തില്ലേ ഒരു ഭയങ്കര സന്തോഷവും എന്താ പറയുക, എത്ര ഇല്ലാത്ത വീടാണെങ്കിലും ആ വീട്ടിൽ കറി വെക്കാനും ഒക്കെ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് പടച്ചോനക്കേ അറിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആ ഒരു അവസ്ഥയിലൂടെ പോകുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ഡെയിലി നമ്മൾ കറി വെക്കാനുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് കൂടുതലൊന്നും വേണ്ട, പക്ഷെ കുറച്ച് മതി. അതൊന്നും നമ്മൾ സ്നാക്സിനും എല്ലാം എടുത്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ. പക്ഷേ കാണുന്നവർ വിചാരിക്കും എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, ആർഭാടാണ്, നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇവർ ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ചെറിയ നമ്മൾ അത്ര ഒരു കഷ്ണം ചിക്കനൊക്കെ വെച്ചിട്ടേക്ക് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഭയങ്കര ആവശ്യമാക്കുന്നൊന്നുമില്ല. ഇത് അല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ ഒരു സമൂസൊക്കെ എടുക്കുന്നത് കുറച്ച് കൂടുതൽ, ഒരു 3-4 പീസ് ചിക്കനൊക്കെ ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒറ്റ പീസ് ചിക്കനിലേക്കൊക്കെ ആയിരിക്കും അത്രയും സമൂസ അല്ല എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നതില്ലേ. പക്ഷെ നമുക്കത് കാണണം. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ നല്ല വിശന്നിരിക്കല്ലേ, ആ ഒരു വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ, ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കഴിക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷേ അത് ആ ഒരു നോമ്പ് എടുത്തിരിക്കുന്ന സമയത്ത് വിശപ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കാനും റെഡിയാക്കാനും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണ് കേട്ടോ, അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. എന്നാൽ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് തോന്നും നാളെ ഇനി ഒന്നും ഉണ്ടാക്കരുത്, സാധാ മറ്റേ എന്താ പറയുക നമ്മൾ പത്തിരി കറിയൊക്കെ എന്തായാലും ഉണ്ടാക്കുമല്ലോ, ആ ഫുഡ് മാത്രം മതി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയില്ല ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതാ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മളെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവർക്കൊക്കെ കൊണ്ടു കൊടുക്കട്ടെ. ചായയും കൂടെ അപ്പുറത്ത് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സമൂസയൊക്കെ ഓൾറെഡി ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. കാര്യം കുറേ നാളായതുകൊണ്ട് നമ്മൾ സമൂസയൊക്കെ പുറത്തുനിന്ന് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുള്ള സമൂസയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ വീട്ടിലുണ്ടാക്കുന്ന സമൂസ. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു കൊതി വരും കേട്ടോ. ഒന്നും തോന്നണ്ട, ഒന്നും വിചാരിക്കേണ്ട, വേഗം പോയിട്ട് സമൂസ ഷീറ്റ് വാങ്ങുക, ഉണ്ടാക്കുക. ഞാൻ ഇടും കേട്ടോ, എന്നിട്ട് പിന്നിടരുതേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ അതെ, അതെല്ലാവർക്കും അറിയാം, കാണുന്നവർക്കും അറിയാലോ. മറ്റേ ഷീറ്റ് വാങ്ങിയിട്ട്
അപ്പോൾ എല്ലാവരും പോയി ഇനിയിപ്പോൾ ഇതാ ഇവരും പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഒരു കല്യാണം കൂടി, കുറേ പണികൾ ചെയ്തു, അതുപോലെ തന്നെ വീട് ക്ലീനിങ് കാര്യങ്ങൾ, കുക്കിംഗ് എല്ലാം ആയിട്ടുള്ളൊരു നല്ല വീഡിയോ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.